ജേണി ഓഫ് ലവ്. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. മാഹിബാദിയെ ആരുവിനോട് കൂടുതൽ ചേർന്നിരുന്ന ആരുവിൻ്റെ ഇരു ചുണ്ടുകളും മാറി മാറി നുണയാൻ തുടങ്ങി. മാഹിയുടെ ഭാരം താങ്ങാനാവാതെ ആരു ബെഡിലേക്ക് വീണതും ആരുവിൻ്റെ അതരങ്ങളെ മോചിപ്പിക്കാതെ തന്നെ മാഹി അവളുടെ മുകളിൽ അമർന്നു. ആരുവിൻ്റെ അതരങ്ങളിലെ തേൻ നുകരുന്നതിനോടൊപ്പം മഹിയുടെ കൈകൾ ബ്ലൗസിന് മുകളിലൂടെ ആരുവിൻ്റെ മാറിൽ അമർന്നതും ആറു ചെറിയ ശിൽക്കാരത്തോട് ബെഡിൽ പെരുവിരൽ കുത്തിയുയർന്ന് മാഹിയുടെ മുടിക്കുള്ളിൽ വിരൽ കടത്തി ശക്തിയിൽ വലിച്ചു. ഒപ്പം മാഹിയുടെ ഷോൾഡറിൽ അമർന്നിരുന്ന ആരുവിൻ്റെ ഇടത് കൈയിലെ നീട്ടി വളർത്തിയ നഖങ്ങൾ മാഹിയുടെ ഷോൾഡറിൽ പോറലിൽ വീഴ്ത്തി. ചുംബനം മുറുകുന്നതിനിടയിൽ മഹിയുടെ കൈകൾ ആരുവിൻ്റെ ശരീരത്തിലൂടെ കുസൃതി കാണിച്ചൊഴുകി നടക്കാൻ തുടങ്ങിയതും ആരു ശിൽക്കാരത്തോട് പിടിഞ്ഞു. വായിൽ രക്തച്ചുവ എറിഞ്ഞതും മാഹി ആരുവിൻ്റെ അതരങ്ങളെ മോചിപ്പിച്ച് അവളുടെ കഴുത്തിരക്കിലായി മുഖം പൂഴ്ത്തി അവിടെയാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. ഇത്തിരി ഇറങ്ങിയ ബ്ലൗസിൻ്റെ കൂടെ ആരുവിൻ്റെ മാറെടുക്ക് കണ്ടതും മാഹിയുടെ കണ്ണുകൾ വിടർന്നു. ആരുവിൻ്റെ ഇരുമാറിനെയും കൈകൾ ഞെരിച്ചുടച്ച് അവളുടെ മാറെടുക്കിലായി മുഖം പൂഴ്ത്തി അവിടെ നാവ് കൊണ്ട് തലോടിയതും ആരു ഉയർന്ന നെഞ്ചിടിപ്പോടെ മഹിയെ കൂടുതൽ തന്നിലേക്ക് അണച്ചു പിടിച്ച് ചുണ്ടുകൾ കടിച്ചു പിടിച്ചു കിടന്നു. ഇനിയും ഇത് തുടർന്നാൽ തൻ്റെ പിടിവിട്ടു പോകുന്നു തോന്നിയ മാഹി പതിയെ ആരുവിൻ്റെ മാറിൽ നിന്നും മുഖമുയർത്തി. ഇനി നീ എന്നെങ്ങനെ വിളിക്കുവോ? മാഹി ആരുവിൻ്റെ കാതിലെ കുഞ്ഞു ചിമ്മിക്കിയിൽ കടിച്ചുവിട്ട് പതിയെ അവളുടെ കാതിലമർത്തി ചുംബിച്ചുകൊണ്ട് ചോദിച്ചതും കണ്ണുകൾ തുറക്കാതെ ശ്വാസം അടക്കി പിടിച്ച് ആരും ഇല്ലെന്ന രീതിയിൽ തലയാട്ടി. ഉറപ്പാണോ? വീണ്ടും മാഹി ചോദിച്ചതും ആരും അതേന്ന രീതിയിൽ തലയാട്ടി. അതോ ഇങ്ങനെ കിടക്കാൻ തന്നെയാണ് പ്ലാൻ? കൺട്രോൾ പോയി ഞാൻ വല്ലതും ചെയ്താലേ അവസാനം നീ എന്നെ കുറ്റം പറയരുതേ. കുസൃതി ചിരിയോട് ആരുവിൻ്റെ നെറ്റിയിൽ വീണ് കിടക്കുന്ന കുറുനരകൾ ചെവിക്ക് പിന്നിലേക്ക് മാടി ഒതുക്കി വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞതും ആരു എന്തോ ഓർത്ത പോലെ ഞെട്ടി കണ്ണുകൾ തുറന്ന് മഹിയെ നോക്കി. അവൻ്റെ മുഖത്തെ കള്ളച്ചിരി കണ്ട് ആരു സ്വയം ഒന്ന് നോക്കിയതും അവളുടെ മുഖം വിളറി കൊടുത്തു. ധാവണിയും പാവാട ബ്ലൗസും മാത്രമേ തന്നിലുള്ളൂ എന്ന് കണ്ടതും ആരു ഊക്കിൽ മഹിയെ തട്ടിമാറ്റി ബെഡിൻ്റെ അരികിൽ വീണ് കിടക്കുന്ന ധാവണി ഷോൾഡർ കൊണ്ട് നെഞ്ചും വയറും മറച്ച് മഹിയൊന്ന് രൂക്ഷമായി നോക്കി അവനെ തള്ളി മാറ്റി ബെഡിൽ എണീറ്റ് വേറെ ഡ്രസ്സും എടുത്ത് വേഗം ബാത്റൂമിൽ കയറി വാതിലടച്ചു. രാവിലെ വയറിലെ വേദന സഹിക്കവയ്യാതെയാണ് ആരു എണീറ്റത്. 2 മാസം വൈകിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ആരുവിന് വയറിൽ അസഹനീയമായ വേദന തോന്നി. ഡേറ്റ് ആയെന്ന് കണ്ടതും ഷെൽഫിൽ നിന്നും വേണ്ടതെല്ലാം എടുത്ത് ആരു പതിയെ ബാത്റൂമിലേക്ക് പോയി. ബാത്റൂമിൽ പോയി ഫ്രഷായി തിരികെ റൂമിലേക്ക് വരുമ്പോൾ ആരുവിന് തലമിന്നും പോലെ തോന്നിയതും ഒരുവിധം വാനിറ്റി മിററിന് മുന്നിലുള്ള ടേബിളിൽ പിടിച്ച് ബാലൻസ് ചെയ്ത് നിന്നു. എന്തൊക്കെയോ റൂമിൽ തട്ടിമറിഞ്ഞ് വീഴുന്ന ശബ്ദം കേട്ട് ബാൽക്കണിയിൽ ഫോണും നോക്കിയിരുന്ന മാഹി റൂമിലേക്ക് വന്നപ്പോൾ കാണുന്നത് നിലത്ത് ബോധമില്ലാതെ വീണ് കിടക്കുന്ന ആരുവിനെയാണ്. ആരുഷി! മാഹി വേഗം ഓടി വന്ന ആരുവിൻ്റെ തലയെടുത്ത് മഴയിൽ വെച്ച് അവളുടെ മുഖത്ത് തട്ടി വിളിച്ചുവെങ്കിലും അവളിൽ നിന്നും യാതൊരു പ്രതികരണവും ഇല്ലാതെ വന്നതും മഹിയിൽ വല്ലാത്ത ഭയം വന്ന് മൂടിയതും മാഹി ആരുവിനെയും വാരിയെടുത്ത് താറിൻ്റെ കീമെടുത്ത് താഴേക്ക് ഓടി. മാഹി ആരുവിനെയും കൊണ്ട് പോയത് അവരുടെ തന്നെ ഹോസ്പിറ്റലിലേക്കായിരുന്നു. ഹോസ്പിറ്റലിൽ കാഷ്വാലിക്ക് മുന്നിൽ മാഹി ടെൻഷനോടെ നിന്നു. ഡോക്ടർ, ആരുഷി, അവൾക്ക് എന്താ പറ്റിയത്? മാഹി പുറത്തേക്ക് ഇറങ്ങി വന്ന ഡോക്ടറെ നോക്കി ആദിയോടെ ചോദിച്ചു. ഏയ്, പേടിക്കാനൊന്നുമില്ല. ഇതെല്ലാം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. പെയിൻ സഹിക്കവയ്യാതെയായതും അൺകോൺഷ്യസ് ആയതാണ്. ഏത് സമയത്ത് ഇത്രയും വേദന ഉണ്ടാക്കാൻ മാത്രം അവൾക്ക് എന്ത് അസുഖമാണ്? ഡോക്ടർ ചെറിയ ചിരിയോടെ പറഞ്ഞത് കേട്ട് മാഹി ഒന്നും മനസ്സിലാകാതെ ചോദിച്ചു. ആരുഷിക്ക് പീരീഡ്സ് ആണ്, അതിൻ്റെ പെയിനും കാര്യങ്ങളുമാണ്, അല്ലാതെ വേറെ പ്രോബ്ലം ഒന്നുമില്ല. തൽക്കാലം പെയിൻ മാറാനുള്ള ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട്. ബോഡി വീക്കായതുകൊണ്ട് റൂമിലേക്ക് മാറ്റി ട്രിപ്പ് ഇടാം. മാഹിയുടെ തോളിൽ തട്ടി ചിരിയോടതും പറഞ്ഞ് ഡോക്ടർ അവിടുന്ന് പോയതും മാഹി ആശ്വാസത്തോടെ വെയിറ്റിംഗ് ചെയറിലേക്ക് ഇരുന്നു. ഡ്രിപ്പ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ സമയം ഉച്ചയായിരുന്നു. വേദനയ്ക്ക് ആശ്വാസമുള്ളത് കൊണ്ട് തന്നെ ആരുവിന് ചെറുതായി വിശക്കാൻ തുടങ്ങിയിരുന്നു. വീട്ടിലെത്തിയിട്ട് കഴിക്കാമെന്ന് കരുതി ആര് സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ച് കിടന്നു. കുറച്ച് കഴിഞ്ഞ് വണ്ടി എവിടെയോ നിർത്തിയത് കണ്ട് ആരും മിഴികൾ തുറന്ന് പുറത്തേക്ക് നോക്കിയതും വണ്ടി ഒരു റെസ്റ്റോറൻറ്റിൻ്റെ മുന്നിലാണ് നിർത്തിയതെന്ന് കണ്ട് ആരുവിൻ്റെ മുഖം വിടർന്നു. ഇറങ്ങി വാ. മാഹി ഇറങ്ങി ആരിരിക്കുന്ന വശത്തെ ഡോറ് തുറന്ന് കൊടുത്തുകൊണ്ട് പറഞ്ഞതും ആരു പതിയെ വണ്ടിയിൽ നിന്നിറങ്ങി മാഹിയുടെ കൂടെ അകത്തേക്ക് നടന്നു. നിനക്കെന്താ കഴിക്കാൻ വേണ്ടത്? ഒരു ഭാഗത്തായി ഒഴിഞ്ഞ സീറ്റിലേക്ക് ഇരുന്നു കൊണ്ട് മാഹി ആരുവിനോട് ചോദിച്ചു. എനിക്ക് ബിരിയാണി മതി കൂടെ. ആരു മാഹിയുടെ എതിരായിട്ടുള്ള ചെയറിലിരുന്നു കൊണ്ട് പറഞ്ഞു. ബിരിയാണിയോ? ആരു പറഞ്ഞത് കേട്ട് മാഹി അവളെ മിഴിച്ച് നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ, ബിരിയാണി കൂടെ ബീഫ് ഫ്രൈ കൂടെ വേണം. എടി, ഇവിടെ നോൺ വെജ് കിട്ടില്ല. മാഹി പറഞ്ഞത് കേട്ട് ആരുവിൻ്റെ മുഖം വാങ്ങി. കോവിലകത്ത് ആരും മത്സ്യമാംസങ്ങൾ കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ നോൺ വെജ് ഫുഡ് കൊണ്ടുവന്ന് അവിടെ പാചകം ചെയ്യാറുമില്ല.
ഇവിടെ വന്നപ്പോഴെങ്കിലും നോൺ വെജ് കഴിക്കാവുന്ന സന്തോഷത്തിലായിരുന്നു ആര് പിന്നെ ഒന്നും പറയാതിരുന്നതും വെയിറ്റർ വന്നതും മഹി തന്നെ അവർക്ക് വേണ്ട ഭക്ഷണം ഓർഡർ ചെയ്തു. ഭക്ഷണം വന്നതും തൻ്റെ മുന്നിലുള്ള ചോറും കറികളും നോക്കി ആര് നെടുവേർപ്പിട്ട് കഴിക്കാൻ തുടങ്ങി. ആദ്യമൊരുള്ള വായിലേക്ക് വെച്ചതും ആരുവിൻ്റെ മുഖം വിടർന്നു. കൂടെ ആര് മുഖം ഉയർത്തി മഹിയെ നോക്കിയതും വിഭവങ്ങളെല്ലാം ചോറിൽ കൂട്ടി കുറച്ച് കഴിക്കുന്ന മഹിയെ കണ്ട് ആര് നെറ്റിച്ചുടിച്ച് മഹിയെ നോക്കി പിന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. വിശപ്പ് കൊണ്ടും ഭക്ഷണത്തിൻ്റെ രുചി കൊണ്ടും ആര് കൊണ്ടുവച്ച ഭക്ഷണം മുഴുവൻ കഴിച്ചിരുന്നു. ആര് കൈ കഴുകി വന്നപ്പോഴേക്കും മഹി ബില്ലടിച്ച് അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പോകാം. മഹി തൻ്റെ അടുത്തേക്ക് വരുന്ന ആരുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചതും ആരു അതേന്ന് തലയാട്ടിയതും മഹി ആരുവിൻ്റെ കൈ പിടിച്ച് മുന്നോട്ട് നടന്നു. ആരുവും എതിർക്കാതെ അവൻ്റെ കൂടെ പോയി. പെട്ടെന്നാണ് ആരുവിൻ്റെ കണ്ണുകൾ കുറച്ചു മാറി തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന ആതിരയിൽ ഉടക്കിയത്. ആതിര ആരു വർക്ക് ചെയ്യുന്ന സ്കൂളിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ആതിരയുടെ അർത്ഥം വെച്ചുള്ള നോട്ടം തങ്ങളിലാണെന്ന് അറിഞ്ഞതും ആരു വല്ലായ്മയോടെ മഹിയുടെ കൈകൾ എടുത്തു മാറ്റാൻ നോക്കിയെങ്കിലും മഹി അവളുടെ കൈകൾ വിടാതെ മുറുകെ പിടിച്ച് താറ് ലക്ഷ്യം വെച്ച് നടന്നു. കോവിലകത്ത് പീരീഡ്സ് ആയാൽ 3 ദിവസം വരെ മാറി നിൽക്കണം എന്നുള്ളത് കൊണ്ട് ആര് കോവിലകത്തിൻ്റെ പിൻവശത്ത് കൂടിയായിരുന്നു ഉള്ളിലേക്ക് കയറിയത്. മഹി ആരുവിനെയും കൊണ്ട് പോകുന്നത് കണ്ട് സീത മഹിയെ വിളിച്ച് കാര്യം അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവിടെയുള്ളവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അടുക്കളയുടെ സ്റ്റോർ റൂമിന് ചേർന്നുള്ള റൂമിലെത്തിയതും ആരോ ആശ്വാസത്തോടെ ആ റൂമിലിട്ടിരുന്ന കട്ടിലേക്ക് ഇരുന്നു. മോളെ, ഇത് ഉലുവട്ടുണ്ടാക്കിയ ചൂടുവെള്ളമാണ്, ഇതിലൊക്കെ കുടിക്കണേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയെ വിളിക്കണേ. ശരി അമ്മേ. പെട്ടെന്നാണ് ഹാളിൽ നിന്ന് സൂര്യൻ്റെ മഹിയെ കുറ്റപ്പെടുത്തിയുള്ള സംസാരം ഉയർന്നത്. കൂടെ തന്നെ മഹിയും എന്തൊക്കെയോ ഉച്ചത്തിൽ പറയുന്നുണ്ട്. അമ്മേ, എന്താ പ്രശ്നം? ഇരുവരുടെയും വാക്ക് തർക്കം കേട്ട് ആര് ഇന്ദുവിനോട് ചോദിച്ചു. ഇന്നലെ മഹി അർജുനെ തല്ലി അനങ്ങാൻ പറ്റാത്ത പരുവാക്കിയിട്ടുണ്ട്. ഇപ്പോഴും ICUവിലാണെന്നാ കേട്ടത്. അതിനെക്കുറിച്ചാകും രണ്ടുപേർ ചിലപ്പോൾ വഴക്കടിക്കുന്നത്. ഇന്ദു നിസ്സഹായാവസ്ഥയോട് ആരുവിനോട് പറഞ്ഞു. അയ്യോ അമ്മേ, അച്ഛനോട് വെറുതെ വഴക്ക് പറയണമെന്ന് പറ. ഞാൻ കാരണം ഇന്നലെ അർജുന അടിച്ചത്. മോളെന്തേ പറയുന്നത്? ഇന്ദുവിൻ്റെ ചോദ്യം കേട്ടത് മാരു ഇന്നലെ ഉണ്ടായത് മുഴുവൻ ഇന്ദുവിനോട് പറഞ്ഞു. അമ്മ പോയി അച്ഛനോട് പറ, വെറുതെ വഴക്കുണ്ടാക്കേണ്ടെന്ന്. ആര് സങ്കടത്തോടെ പറഞ്ഞതും ഇന്ദു വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞ് രണ്ടുപേരുടെയും ശബ്ദം നിലച്ചത് ആരു അറിഞ്ഞു. ഒപ്പം മഹിയുടെ താറ് സ്റ്റാർട്ടാക്കുന്നതും വേഗത്തിൽ പോകുന്നതും ആര് തുറന്നിട്ട ജനൽവാതിൻ്റെ വിടവിലൂടെ കണ്ടു. താൻ കാരണമാണല്ലോ അച്ഛൻ ഇന്നും മഹിയെ കുറ്റപ്പെടുത്തി അവനോട് വഴക്കടിച്ചതെന്ന് ആലോചിച്ചതും ആദ്യമായി ആരുവിൻ്റെ മനസ്സ് മഹിയോർത്ത് വീങ്ങി. സൂര്യച്ചനുമായി വഴക്കടിച്ച് ഇറങ്ങിപ്പോയ മഹി പിന്നെ അന്ന് വീട്ടിലേക്ക് വന്നതേയില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ആരുവിൻ്റെ കണ്ണുകൾ ജനൽപടി പുറത്തേക്ക് പാറി വീണുകൊണ്ടിരുന്നു. മോൾ ഉറങ്ങിയില്ലേ? ആരുവിന് കുടിക്കാൻ വേണ്ടി ഇളം ചൂടുവെള്ളം ഫ്ലാസ്കിലാക്കി റൂമിലേക്ക് കയറി വന്ന് ഇന്ദു ചോദിച്ചു. അത് പിന്നെ ആര് പുറത്തുനിന്ന് കണ്ണുകൾ പിൻവലിച്ച് ഇന്ദുവിനെ നോക്കി എന്തു പറയണമെന്ന് അറിയാതിരുന്നു. മാഹിക്കുട്ടിനെ നോക്കി ഉറങ്ങാതെ നിൽക്കണ്ട മോളെ. സൂര്യനായി ഉടക്കി പോയാൽ പിന്നെ 2 ദിവസം കഴിഞ്ഞ് അവൻ ഈ വീട്ടിലേക്ക് വരൂ. അതുകൊണ്ട് മോള് കിടന്നോ. അതും പറഞ്ഞ് പുറത്തേക്ക് പോകാൻ നിന്ന് ഇന്ദുവിനെ ആര് വിളിച്ചു. എന്താ മോളെ? അത് പിന്നെ എന്തിനാ അച്ഛനോടൊക്കെ ഇത്രയും ദേഷ്യം? അമ്മ അന്ന് മുഴുവനൊന്നും പറഞ്ഞില്ലല്ലോ. ആരവർക്കിടയിൽ എന്താ സംഭവിച്ചെന്ന് അറിയാനുള്ള വ്യഗ്രതയിൽ ചോദിച്ചു. മഹിക്ക് 10 വയസ്സുള്ളപ്പോഴാ യാമിനി വീണ്ടും ഗർഭിണിയാകുന്നത്. ഒരു കുഞ്ഞും കൂടെ വരുന്നെന്ന് അറിഞ്ഞപ്പോൾ മഹി അടക്കം എല്ലാവർക്കും ഒത്തിരി സന്തോഷമായിരുന്നു. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസില്ലായിരുന്നു. യാമിനിക്ക് 7-ാം മാസം ആയപ്പോഴാണ് ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങിയത്. യാമിനിക്ക് 7-ാം മാസം ആയതുകൊണ്ട് തന്നെ അവൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ലായിരുന്നു. അതുപോലെ തന്നെ തളർന്നു കിടക്കുന്ന അമ്മയെ നോക്കാനുള്ളത് കൊണ്ട് സീതേച്ചിയും ക്ഷേത്രത്തിലേക്ക് വന്നിരുന്നില്ല. ഉത്സവം നടക്കുമ്പോഴാണ് കോവിലകത്ത് നിന്ന് സീതേച്ചിയുടെ കോള് വരുന്നത്. യാമിനി സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് വീണമെന്ന് കേട്ടപ്പോൾ വിശ്വസിക്കാനായില്ല ആർക്കും. ഉടനെ തന്നെ കോവിലകത്ത് പോയി ചോരയിൽ കുളിച്ച് കിടക്കുന്ന യാമിനിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും കാര്യം ഉണ്ടായില്ല. ചോരയിൽ കുളിച്ച് പിടയുന്ന അമ്മയെ കരഞ്ഞുകൊണ്ട് വാരിയെടുത്ത് ഓടുന്ന അച്ഛനെയും കണ്ട് കുഞ്ഞു മഹി ഒത്തിരി ഭയന്നു. കുഞ്ഞിലെ മുതലേ മഹി അച്ഛൻകുട്ടിയാണെങ്കിലും അമ്മയും അവന് ജീവനായിരുന്നു. അതുകൊണ്ട് തന്നെ യാമിനിയുടെ വേർപാട് അവനെയും ഒത്തിരി തളർത്തി. കൂടാതെ യാമിനിയുടെ മരണശേഷം സൂര്യനെല്ലാം തകർന്നവനെ പോലെ യാമിനിയുടെ ഓർമ്മകളിൽ മാത്രമായി എല്ലാത്തിനും ഉൾവലിഞ്ഞ് അവരുടെ റൂമിൽ തന്നെ കഴിച്ചുകൂടി. ഒരു ദുരന്തം കൂടി മുന്നിൽ കണ്ടതുകൊണ്ടാകാം സീതേച്ചിയുടെ മനോനില വീണ്ടും തെറ്റി. തൻ്റെ മക്കളുടെ അവസ്ഥയിൽ മനംനൊന്ത് സൂര്യൻ്റെ അമ്മയും കൂടി തളർന്ന് കിടപ്പിലായതും ഈ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയതും മായിക്കുട്ടനായിരുന്നു. അതുകൊണ്ട് അവൻ്റെ കാര്യങ്ങൾ നോക്കാനായി ആരുമില്ലാതെ വന്നതും തനിക്ക് ഇവിടെ നിൽക്കേണ്ടി വന്നു.
പതിയെ പതിയെ അവനും എന്നിലേക്കായി ഒതുങ്ങിക്കൂടി. എന്നെ വീട്ടിലേക്ക് പോകാൻ പോലും അവൻ സമ്മതിക്കില്ല. എപ്പോഴും എല്ലാത്തിനും എന്തൊമ്മ എന്നും വിളിച്ച് കൂടെ കാണും. അതുപോലെ തന്നെ നല്ല കുറുമ്പുമായിരുന്നു. വാശിയും ദേഷ്യവും വന്ന കണ്ണ് കാണില്ല. എന്നെ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടേ വരൂ. അവസാനം ടീച്ചർമാരുടെ വായിലിരിക്കുന്ന വഴക്ക് മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. പണ്ടത്തെ ഓർമ്മയിൽ ചിരിച്ചുകൊണ്ട് ഇന്ദു പറഞ്ഞതും ആരും ബാക്കിയറിയാനുള്ള ആകാംക്ഷയിൽ ഇന്ദുവിനെ നോക്കി. യാമിനി പോയി 5 വർഷം കഴിഞ്ഞിട്ടും അവളുടെ മാറ്റത്തിൽ നിന്ന് സൂര്യേട്ടന് പുറത്തേക്ക് വരാൻ കഴിഞ്ഞില്ല. സൂര്യേട്ടൻ തിരിഞ്ഞു നോക്കാതെ ആയതോടുകൂടി കോവിലകത്തിൻ്റെ ബിസിനസ് എല്ലാം തകർന്നു തുടങ്ങി. അതോടെ സൂര്യേട്ടനെ വീണ്ടും വിവാഹം കഴിപ്പിക്കാൻ തന്നെ സൂര്യേട്ടൻ്റെ അമ്മ തീരുമാനിച്ചു. പലരെയും സൂര്യേട്ടന് വേണ്ടി അപ്പച്ചി ആലോചിച്ചുവെങ്കിലും ആർക്കും മഹിക്കുട്ടിനെ അംഗീകരിക്കാൻ പറ്റാതെ വന്നതും എല്ലാം വെറുതെയായി. അവസാനം മഹിക്കുട്ടിന് എന്നോടുള്ള അടുപ്പം കണ്ട് ഞാനും സൂര്യേട്ടനായിട്ടുള്ള വിവാഹം ഞങ്ങളെപ്പോലും അറിയാതെ അപ്പച്ചി ഉറപ്പിച്ചു. എൻ്റെ വീട്ടിലും ആർക്കും അതിന് എതിർപ്പില്ലായിരുന്നു. മഹിക്കുട്ടിന് എനിക്ക് എൻ്റെ സ്വന്തം മോനായിരുന്നുവെങ്കിലും സൂര്യേട്ടനെ ഭർത്താവായി കാണാൻ എനിക്ക് പറ്റില്ലായിരുന്നു. സൂര്യേട്ടൻ്റെയും അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ എതിർത്തെങ്കിലും അവസാനം അപ്പച്ചിയുടെ വാശിക്ക് മുന്നിൽ സമ്മതിക്കേണ്ടി വന്നതും എതിർപ്പ് ഉയർന്നതും മഹിക്കുട്ടനിലായിരുന്നു.